എല്ലാവർക്കും നമസ്കാരം. ഇത് കോയമ്പത്തൂർ ശ്രീ എഞ്ചിനീയറിംഗ് ഹോളോ ബ്ലോക്ക് മെഷീൻ മാനുഫാക്ചറിങ്. ഞങ്ങളുടെ ഫാക്ടറിയിൽ ഒരുപാട് മെഷീനേഴ്സ് ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതായത് സോളിഡ് ബ്ലോക്കും പിന്നെ ഇന്റർലോക്കും പേവർ ബ്ലോക്കും ഫ്ലൈയേഷും പിന്നെ ഓട്ടോ ഫീഡർ ഒരുപാട് മെഷീൻ ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോണത് ഓട്ടോ ഫീഡറിൻ്റെ വെർട്ടിക്കൽ മോഡൽ വരുന്ന മോഡലിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഈ മെഷീൻ വന്നിട്ട് കുത്തിയടിക്കുന്ന മെഷീനാണ്, അതായത് നിർത്തിയടിക്കുന്ന മെഷീനാണിത്. ഇത് നോക്കുമ്പോഴേ നമുക്ക് 12-8-4 നിർത്തിയടിക്കുന്ന മാറി, 12-8-6 നിർത്തിയടിക്കുന്ന മാറി, 12-8-8 നിർത്തിയടിക്കുന്ന മാറി, അതായത് ഉയരം 12 അങ്ങനെ ആ ടൈപ്പുള്ള മെഷീനാണിത്. നമ്മൾ ഈ മെഷീൻ വന്ന് നോക്കുമ്പോൾ നമുക്ക് 10 കട്ട കിട്ടും. അതായത് 6 ഇഞ്ചിൻ്റെ 10 കട്ടയും 4 ഇഞ്ചിൻ്റെ 16 കട്ടയും 8 ഇഞ്ചിൻ്റെ 8 കട്ടയും ആ ഉള്ള ടൈപ്പാണ് മെഷീനത്. ഈ മെഷീൻ വന്നിട്ട് ടോട്ടൽ പവർ 15.5 വേണം. അതായത് മോട്ടർ പവർ വന്നിട്ട് ടോട്ടലായിട്ട് 15.5 HP പവർ വേണം. 15.5 HP പവർ 3 ഫേസ് വേണം മെഷീൻ്റെ മാത്രം, മിക്സർ കൂടാതെ. എങ്ങനെ വെച്ചാൽ മുകളിൽ വന്നിട്ട് ഇത് ഹൈഡ്രോളിക് പമ്പാണിത്. ഇത് 7.5 HP ക്രാംപ്ടൺ മോട്ടർ ഇവിടെ ഒന്നുണ്ട്. അത് കൂടാതെ വൈബ്രേഷൻ മോട്ടർ ടോട്ടൽ 8 HP ആണ്. ഇതവിടെ നോക്കൂ, ഇവിടെ 3 HP ടോപ്പിൽ 3 HP. പിന്നെ ഈ സൈഡ് നോക്കൂ, ഈ സൈഡിൽ 1 HP ഇവിടെ ഒന്നും നേരെ ആ ഭാഗത്ത് അതേപോലെ 1 HP അങ്ങോട്ട് മാറ്റിണ്ടാവും. അപ്പോൾ നമുക്ക് വൈബ്രേഷൻ മാത്രം 8 HP ആകുന്നത്. വൈബ്രേഷൻ മൊത്തം ചാനൽ മൊത്തം വൈശാഖ് സ്റ്റീലാണ്, വൈശാഖിലും ടാറ്റാ സ്റ്റീൽ പേട്ട് അങ്ങനെയാണ്. എല്ലാം ലേസർ കട്ടിംഗ് ആണ് മൊത്തം A to Z. ഇതിൻ്റെ മെഷീൻ്റെ പെയിൻറ്റിങ് നമുക്ക് നോക്കുമ്പോൾ സ്പ്രേ പെയിൻറ്റിംഗ് ആണ്. അതായത് എനിക്ക് പൗഡർ കൂടി ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പൗഡർ കൂടി ആ ചെറിയ മെഷീനൊക്കെ ചെയ്യുക, ഇതിന് വലിയ മെഷീനൊക്കെ ചെയ്യാൻ പറ്റില്ല. കാരണം അത്ര വലിയ ബൂത്ത് എൻ്റെ അടുത്തില്ല. ആ മെഷീൻ മാത്രം, അത് ഉള്ളിൽ പോകാനുള്ള ബൂത്ത് മാത്രമേ എടുത്തുള്ളൂ, അത്ര വലുതില്ല. ഇതെല്ലാം മൊത്തം സ്പ്രേ പെയിൻ്റാണ്. പെയിൻറ്റ് നല്ലോണം എങ്ങനെ ചെയ്യുമ്പോൾ വെച്ചാൽ റസ്റ്റ് ഓയിൽ വാങ്ങിച്ചിട്ട് ആദ്യം റസ്റ്റ് എടുത്ത് റിമൂവ് ചെയ്തിട്ട് എന്നിട്ട് പ്രൈമർ ഊതും. പ്രൈമർ ഊതിയിട്ട് പെയിൻറ്റ് 2 കോട്ട് അടിക്കുമ്പോൾ പെയിൻറ്റ് നല്ല ബ്രാൻഡഡ് കമ്പനി വാങ്ങി അടിക്കുന്നതാണിത്. മെഷീൻ്റെ ടോട്ടൽ എല്ലാം സബ്ജക്റ്റ് എല്ലാം ഇതാണിത്. അതേ പാനൽ ബോർഡ്, പമ്പ് ഓണാഫും വൈബ്രേറ്റർ ഓണാഫും ട്രാവലിൻ്റെ എല്ലാം എല്ലാം ഇവിടെ ഉണ്ട്. ഇതിലാണ് നമ്മൾ കണക്ഷൻ കൊടുത്ത് ഓടിക്കാൻ പോണത്. അതുകൂടാതെ ഇതിൻ്റെ ഹൈഡ്രോളിക് വാൾസ് എല്ലാം മൊത്തം 6 ലിവർ ഉണ്ടാവും. എങ്ങനെ വെച്ചാൽ ഡൈന് 2 എണ്ണം, പിന്നെ ഹൂപ്പറിന് ഇതൊന്നും 1 എണ്ണം, പിന്നെ മുമ്പിലുള്ള വീല് നമ്മൾ അങ്ങോട്ട് തിരിക്കാനുള്ള വീല് 1 എണ്ണം, പിന്നെ ഫാർവേഡ് ബേസ് 1 എണ്ണം. ഇതെങ്ങനെ വെച്ചാൽ വീല് നല്ല ഹെവി ആയിരിക്കും. നമ്മൾ എന്താ വെച്ചാൽ ഈ ഹൈഡ്രോളിക് വന്നിട്ട് ഇത് കുത്തി അങ്ങോട്ട് പോകും, ഇത് റൈറ്റ് ലെഫ്റ്റ് അങ്ങനെ പോകും. ഇപ്പോൾ മുമ്പിലുള്ള വീല് അവിടെ മൂവിങ് ആവും. അവിടെ നോക്കും, ചെയിൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അതിലൊരു ഹൈഡ്രോ മോട്ടർ ഞാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ ഭാഗത്ത് നോക്കും, ഹൈഡ്രോ മോട്ടർ ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ലിവർ ഹൈഡ്രോളിക്കുകൾ മൊത്തം 6 ലിവറാണ് അങ്ങനെ. ഇപ്പോൾ ഇതിൻ്റെ എല്ലാം പൈപ്പ് ലൈൻ എല്ലാം സീംലെസ് ട്യൂബാണ്. എല്ലാം പൈപ്പ് മാക്സിമം എല്ലാം പൈപ്പ് കണക്ഷൻ കൊടുക്കും. പറ്റാത്ത അവസ്ഥയ്ക്ക് മാത്രം ഈ ഓസ് കണക്ഷൻ കൊടുക്കും. ബാക്കി എല്ലാം സീംലെസ് പൈപ്പാണ്. അതുകൂടാതെ ഇവിടെ മുകളിൽ ഒരു ന്യൂമാറ്റിക് കൺട്രോൾ ലിമിറ്റ് സ്വിച്ച്. ഇത് വന്നിട്ട് വൈബ്രേഷൻ കട്ടാകാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ കട്ടയടിച്ച് പൊക്കുമ്പോൾ ഒരു 3 ഇഞ്ച് പൊക്കുമ്പോൾ തന്നെ അത് കട്ടാകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ സ്വിച്ച് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് വീൽ സ്റ്റീൽ വീലാണിത് എല്ലാം മൊത്തം. ഇത് റബ്ബറിന് ഇടില്ല, അതായത് വലിയ മെഷീൻ ആകുമ്പോൾ റബ്ബർ ഇടുമ്പോൾ ഈ വീൽ താങ്ങില്ല. അതുകൊണ്ട് ഇതൊക്കെ സ്റ്റീൽ വീലാണ് ഇടുകയാണ്. അപ്പോൾ അത് കൂടാതെ ഈ ബണീൻ പേരിൽ നോക്കൂ, നല്ല സ്ട്രെച്ചറൊക്കെ നല്ല ഹെവിയെ കൊടുത്തിട്ടുണ്ടാവും. സപ്പോർട്ട് പീസ് നല്ല വലുതായി കൊടുത്തിട്ടുണ്ടാവും. കാരണം ഇതൊക്കെ ക്രാക്ക് ആകാൻ പാടില്ല. പണ്ടുള്ള മോഡലൊക്കെ ഇവിടെ ക്രാക്ക് ആകും. ഇപ്പോൾ ഇതെല്ലാം ഒന്നും ക്രാക്ക് വരില്ല. അതേപോലെ ഇതെല്ലാം 12 തിക്നെസ്സാണ് എല്ലാ പ്ലേറ്റുകളും. 12 or 14 അനുസരിച്ച് വിടും. റബ്ബർ ബൂസ്റ്റ് ഞാൻ ഒരുപാട് കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ റബ്ബർ ബൂസ്റ്റ് എത്രയൊക്കെ കൊടുക്കണ്ടോ അത്രയ്ക്ക് നല്ല വൈബ്രേഷൻ കിട്ടും നമുക്ക്. അതുപോലെ ഇവിടെ ഒരു 1 HP മോട്ടർ സൈഡിൽ മാറ്റിയിട്ടുണ്ടാകും. അതേപോലെ ആ ഭാഗത്ത് മാറ്റിയിട്ടുണ്ടാകും. ഇത് വന്നിട്ട് 288 RPM മോട്ടറാണത്. എല്ലാം വൈബ്രേഷൻ മോട്ടറും 288 ആണ്. ഡയറക്റ്റായിട്ട് ഇരിക്കും. അപ്പോൾ ഡയറക്റ്റായിട്ട് ഇരിക്കുമ്പോൾ വൈബ്രേഷൻ നല്ലോണം കിട്ടും നമുക്ക്. കട്ട നല്ല സ്ട്രെങ്ത്തായി കിട്ടും. ഉള്ളിൽ നോക്കൂ, ഈ ഭാഗത്ത് 5 കട്ടയും ആ ഭാഗത്ത് 5 കട്ടയും. ഒരു സ്റ്റോക്കിൽ തന്നെ 10 കട്ട 2 ലൈൻ ഉണ്ടാകും. അതേപോലെ തന്നെ എല്ലാം 4 ഇഞ്ചിൻ്റെയും 8 ഇഞ്ചിൻ്റെയും. ഈ റാഡൊക്കെ നോക്കുമ്പോൾ നമുക്ക് JC പിസ്റ്റൺ റാഡാണ്. 45 തിക്നെസ് റാഡ് ഉള്ളതാണത്. ഇത് കാസ്റ്റിംഗ് എല്ലാം സ്റ്റീൽ കാസ്റ്റിംഗ് ആണ്, CNC ആണ് എല്ലാവർക്കും. അതുപോലെ ഇവിടെ തന്നെ 2 ഹോൾസ് കൊടുത്തിട്ടുണ്ടാവും. അതായത് നമ്മൾ ഓയിൽ ഒഴിക്കുന്ന മാതിരി ഞാൻ ഇതൊക്കെ ഗ്രീസ് നിപ്പിളൊക്കെ ഇടും. ഇതിൽ വെച്ചിട്ട് ഉള്ളിൽ ഓയിൽ ഒഴിക്കുന്ന മാതിരി നല്ല ബുഷൊക്കെ നല്ല ഹെവിയെ വലുതായിരിക്കും. എല്ലാം CNC ഉള്ള മെത്തേഡുകളാണ്. അതുകൂടാതെ ഇവിടെ വന്ന് നോക്കൂ, ഇതിൻ്റെ കാവടി ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ഇതിൻ്റെ ജോയിൻറ്റ് ഇതാണ് ഇമ്പോർട്ടൻറ്റ്. അതായത് കട്ട നമുക്ക് അടിക്കുമ്പോൾ എല്ലാ പണ്ടത്തെ ഉള്ള മെഷീനൊക്കെ ഈ ബീം പൊട്ടിപ്പോവും. അപ്പോൾ ബീം പൊട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ല വൈബ്രേഷൻ ഉള്ള മെഷീനല്ലേ, അപ്പോൾ അതുകൊണ്ട് പൊട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ എന്ത് കാണിച്ചിരിക്കണോ എല്ലാവിടെയും സപ്പോർട്ട് നല്ല ഹെവിയെ കൊടുത്തിട്ടുണ്ട്. അതായത് ചാനൽ ബോക്സ് വെച്ചിട്ട് ഉള്ളിൽ വെൽഡിങ്ങും കൂടാതെ മുകളിൽ ഒരു സപ്പോർട്ട് പീസാണ് കൊടുത്തിട്ടുണ്ട്. മൊത്തം എന്താ വെച്ചാൽ ഇത് 288 RPM ഡയറക്റ്റായിട്ട് ഇരിക്കും. അപ്പോൾ അത്ര വൈബ്രേഷൻ താങ്ങണത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് കാണിച്ചിരിക്കും, പൈപ്പ് എല്ലാം നല്ല ഹെവിയെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇതിൻ്റെ ബാക്കിലുള്ള ട്രേ നല്ല വലിയ ട്രേ ആയിരിക്കും. ഇത് 10 mm തിക്നെസ് ആണ് എല്ലാം. എന്താ അറിയോ, ഇത് നമ്മൾ ഹോപ്പർ പോയിട്ട് വരുമ്പോൾ തേയ്മാനാകാൻ പറ്റില്ല. അതുപോലെ ഡൈ വന്നിട്ട് താഴെ എല്ലാം 6 mm പ്ലേറ്റുകളാണ്. മൊത്തം 6 mm പ്ലേറ്റും മുകളിൽ വന്ന് 10 mm പ്ലേറ്റുകളാണ് എല്ലാം മൊത്തം. പിന്നെ 6 ഇഞ്ചിൻ്റെ മാത്രം ചാനൽ ബോക്സ് നല്ല ഹെവി ആയിരിക്കും. മൊത്തം എല്ലാം ഈ ചാനൽ കൊടുത്തിട്ടുണ്ടാവും. എല്ലാം വൈസാക്കിൻ്റെയാണ്. അപ്പോൾ അതുകൂടാതെ ഇതൊരു റെയിൽസ്, ഇത് നല്ല നീളമുള്ള റെയിൽസാണത്. നല്ല ലെങ്ത് ആയിരിക്കും. അത് നമുക്ക് എന്താ അറിയോ, ഞാൻ വിട്ടുവിടായിട്ടില്ല. ഈ റെയിൽസ് വന്നിട്ട് നേരെ ഇടും. അപ്പോൾ നമുക്ക് എന്താ അറിയോ, തടസ്സമില്ലാണ്ട് ഓടിക്കൊണ്ട് വരും.
ഇവിടെ ഓയിൽ ടാങ്ക് ഇത് ഇത് നോക്കുമ്പോൾ നമുക്ക് 35 ലിറ്റർ കപ്പാസിറ്റി ആണ്, 35 ലിറ്റർ. ഇത് ഞാൻ ആയിൽ ഒഴിച്ച് കൊടുക്കും കസ്റ്റമർ കൊടുക്കുമ്പോൾ. അത് കൂടാതെ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ സ്ട്രക്ചറെല്ലാം ഗ്യാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ടാകും. ഞാൻ മൊത്തം സ്ട്രക്ചർ അടിക്കുമ്പോൾ തന്നെ ഇവിടെ നല്ലോണം ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ടാകും. എന്താ വെച്ചാൽ നമുക്ക് ഫ്യൂച്ചറിൽ സർവീസ് വരുമ്പോൾ നമുക്ക് ഇവിടെ ഈസിയെന്ന് പണിയെടുക്കാം. നമുക്ക് ഇതെങ്ങനെ അയക്കുകയാണെങ്കിൽ വേഗം ഇങ്ങനെ അയക്കുക. പണ്ടത്തെ മെഷീൻ അങ്ങനെയില്ല, ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം ഞാൻ ചെയ്യുന്ന എല്ലാ ഓട്ടോ ഫിറ്റ് എല്ലാം നല്ല ഫ്രീ ആയുള്ള സ്ഥലം കൊടുത്തിട്ടുണ്ടാവും. ഇതിവിടെ മാത്രമല്ല, എല്ലാവിടെയും നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ടാവും. എന്തറിയോ, നമുക്ക് ഈസി അയച്ച് മാറ്റുന്ന മാതിരി എല്ലാം കൊടുത്തിട്ടുണ്ടാവും. നോക്കൂ, ഇവിടെ എല്ലാം കൊടുത്തിട്ടുണ്ടാവും, ഫ്രീ ആയിട്ട് തന്നെ ഉണ്ടാവും, എവിടെ ഇടങ്കരുണ്ടാവില്ല. അതുപോലെ തന്നെ എല്ലാവിടെയും സ്ലാട്ട് കൊടുത്തിട്ടുണ്ടാവും. ഞാൻ ഇവിടെ നോക്കൂ, സ്ലാട്ട് എല്ലാവിടെയും കൊടുത്താൽ നമുക്ക് എല്ലാവരും കൊടുത്താൽ നോക്കൂ. നമുക്ക് എവിടെ കൊണ്ടുപോയാലും നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. നിങ്ങൾ കൊണ്ടുപോയിട്ട് സപ്പോസ് നമുക്ക് ഞാൻ ഇവിടെ മെഷീൻ ഫിറ്റിംഗ് ആക്കുമ്പോൾ സർഫേസിൽ ഫിറ്റിംഗ് ആക്കും. നിങ്ങൾ കൊണ്ടുപോയിട്ട് സപ്പോസ് നിങ്ങൾ ഫ്ലോർ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ആണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. അതുപോലെ ഇതിന് കൊടുത്തിട്ടുണ്ട്. ഞാൻ മുകളിൽ സിലിണ്ടർ വന്നിട്ട് 2 സിലിണ്ടർ കൊടുത്തിട്ടുണ്ടാവും. നല്ല വലിയ ഹെവിയുള്ള സിലിണ്ടറാണ് അത്. മൊത്തം മുകളിൽ 2 കൊടുത്തിട്ടുണ്ടാകും. അത് കൂടാതെ ഇവിടെ ഒരു സിലിണ്ടർ രണ്ട് സിലിണ്ടർ കൊടുത്തിട്ടുണ്ടാകും. ഇവിടെ ഇത് ഹാൻഡ് സിലിണ്ടർ. ഇവിടെ ഒന്നും ആഴ്ചയിൽ 3 ഇട്ടുണ്ടാവും മുമ്പിൽ. ഞാൻ എന്തറിയോ, ഇത് ഒരുപാട് പോയിക്കൊണ്ട് വരും. ഈ ഹാൻഡ് നമുക്ക് ബക്കറ്റ് പോയിട്ട് വരുമ്പോൾ ഒരുപാട് സമയം പോയിട്ട് വരും. അപ്പോൾ ഇവിടെ ഒന്നും ആഴ്ചയിൽ പോകാൻ പാടില്ല. അപ്പോൾ അതനുസരിച്ച് എന്തറിയോ, ഈ സിലിണ്ടർ മൊത്തം ഞാൻ ഇവിടെ ഉണ്ടാക്കണം. ഞാൻ പുറത്തൊന്നും വാങ്ങിക്കില്ല. ഞാൻ ഇവിടെ എൻ്റെ ഡ്രോയിങ് ഉണ്ടാക്കും. അതുപോലെ ഇവിടെ ആഴ്ചയിലൊക്കെ നല്ല ഹെവി ആയിട്ടുണ്ടാകും, ആഴ്ചയിൽ പോകാത്ത രീതിയിൽ. ഇത് വന്ന് നല്ല സെറ്റിംഗ് ആണ്. അതായത് ഫ്യൂച്ചറിൽ നമുക്ക് എന്തെങ്കിലും സർവീസ് വന്നാൽ അയക്കുന്ന മാതിരി ഞാൻ ബോൾട്ട് സിസ്റ്റം ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ പണ്ടൊക്കെ ഞാൻ വെൽഡിംഗ് സിസ്റ്റം ഇടുന്നു, ഇപ്പോൾ അതൊക്കെ ഞാൻ ബോൾട്ട് ഇട്ടാക്കി. എന്താ പറയുക, സർവീസ് നമ്മൾ സപ്പോസ് വന്നാൽ വേഗം അയക്കുന്ന മാതിരി ഇവിടെ അയക്കാം, പിന്നെ അയച്ച് ഊരി വെച്ചാൽ മതി. അതേപോലെ ഈ ബെയറിംഗ് ബ്ലോക്ക് ഇത് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, പുറത്ത് വാങ്ങിക്കില്ല. ഇത് CNC മെത്തേഡാണ്. എന്താ അറിയോ, ഇതിൻ്റെ ലോഡ് മൊത്തം ഇവിടെ വരുമ്പോൾ ഇത് പൊട്ടാൻ പാടില്ല. അപ്പോൾ അതനുസരിച്ച് ഞാൻ ഒരു വലിയ ഗട്ടി എടുത്തിട്ട് അതിന് CNC ആക്കി ഞാൻ ബോറാക്കി അങ്ങനെ മാറ്റിയിട്ടുണ്ട്, ബെയറിംഗ് അടിച്ച് മാറ്റിയിട്ടുണ്ട്. ഇതിന് ഡ്രോയിങ് എല്ലാം ഇത് ഡ്രോയിങ് ആണ് എൻ്റെ അടുത്ത്. ഇത് കൈ ഹാൻഡ് സെറ്റിംഗ് എല്ലാം നമ്മുടെ എല്ലാം ഡ്രോയിങ് ആണ്. ഡ്രോയിങ് അനുസരിച്ച് ചെയ്യുന്നതാണ്. ഈ മുമ്പിലുള്ള വീല് നല്ല കണവുള്ള ഒരു വീലാണ്. മുമ്പിൽ മൂവിങ് ആണിത്, നല്ല തിക്നെസ് ഉള്ള വീലാണ്. ഇത് സ്കീയും കൊടുത്തിട്ടുണ്ടാകും, 2 സൈഡ് ബോൾട്ട് കൊണ്ട് കൊടുത്തിട്ടുണ്ടാകും, നല്ല പൊട്ടാത്ത രീതിയിൽ കൊടുത്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഈ മുമ്പിലുള്ള ബക്കറ്റ് നല്ല വലിയ ബക്കറ്റാണത്. നമുക്ക് കട്ട നിർത്തി അടിക്കുമ്പോൾ അത്രയും മെറ്റൽ ഉള്ളി വേണം. സ്വാഭാവികം ഞാൻ ഒരടിയാടും, ഞാനിത് 1 അടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും മെറ്റൽ നമുക്ക് ഉള്ളിൽ നിൽക്കണം. അതനുസരിച്ച് ഞാൻ ബക്കറ്റ് നല്ല വലിയ ബക്കറ്റ് ഇട്ടുണ്ട്. മെഷീനും നല്ല കോമ്പാക്റ്റ് ഉണ്ടാകും, ഒരുപാട് വലുതില്ലാണ്ട് മെഷീൻ നല്ല കോമ്പാക്റ്റ് ഉണ്ട്. ഇത് വന്നിട്ട് ആന്ധ്ര പോണ്ട്. ആന്ധ്ര എല്ലാവരുടെയും നോക്കിയാൽ അവർ നീളം 12 അടിക്കുള്ളൂ, 16 അടിക്കില്ല. 12.6 12.7 അടിക്കുള്ളൂ. അപ്പോൾ ഇത് ആന്ധ്ര പോണ്ടത്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവർ വാങ്ങിച്ചെന്ന് വന്നിട്ട് ഇതും ഈ പാൻ മിക്സർ വാങ്ങിച്ചിട്ടുണ്ട്. അവർ മിക്സിങ് ആക്കൊണ്ട് ഈ പാൻ മിക്സറും ഈ മെഷീനും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ 2 ട്രോളിയും ബ്രിക്ക് ഷിപ്പിംഗ് ട്രോളിയും അങ്ങനെ ഡൈ സെറ്റ് 2 12.6 12.8 ഇത് മാത്രം വാങ്ങിച്ചിട്ടുണ്ടാവും. പ്ലേറ്റ് വന്നിട്ട് നമ്മൾ ട്രോളി തട്ടുമ്പോൾ ഇവിടെ തടയാൻ പാടില്ല. ട്രാളി അല്ലെങ്കിൽ വീൽ ചക്ര ഉള്ളിൽ പോകും. അപ്പോൾ അതനുസരിച്ചിട്ട് ഇവിടെ ഞാൻ ഇവിടെ ഒരു പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്, അവിടെ ഒരു പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ട്രാളി വേഗം വന്നാൽ ഈ വീൽ ഇവിടെ ടച്ചാകും, ടച്ചായിട്ട് ഇങ്ങനെ തട്ടി അടിക്കും. അപ്പോൾ അതുപോലെ രീതി ഞാൻ ചെയ്തിട്ടുണ്ടാണ്. അത് കൂടാതെ ഈ വീൽ സിലിണ്ടറൊക്കെ നോക്കും നല്ല ഹെവി ആയിരിക്കും. ഇവിടെ ഹൈഡ്രോ മോട്ടർ ഒന്ന് മാറ്റിയിട്ടുണ്ടാകും, നല്ല കണവുള്ള സിലിണ്ടറാണത്, എല്ലാം ഹെവി തന്നെ മാറ്റിയിട്ടുണ്ടാവും. ഈ മുമ്പിൽ ഞാൻ ചെയറൊന്ന് കൊടുത്തിട്ടുണ്ടാവും. ഇത് ചെയറിൽ ഇരുന്നിട്ട് പണിയെടുക്കവർ പണിക്കാർ ജോലി എടുക്കുമ്പോൾ ഇത് ഇരിക്കും. ഇതിൽ ഇരുന്നിട്ട് ഈ ലിവറൊക്കെ ഓപ്പറേറ്റ് ചെയ്യും. ആ മെത്തേഡ് കൊടുത്തിട്ടുണ്ടാണ്. അത് കൂടാതെ എൻ്റെ ഡിസൈൻ നോക്കാൻ പോയാൽ നമ്മുടെ ഹാൻഡ് ഞാൻ നേരെ കൊടുക്കില്ല. ഇവിടെ നോക്കൂ, നേരെ വന്നിട്ട് ഇവിടെ സ്റ്റെപ്പായിട്ട് ഞാൻ കൊടുക്കും. എൻ്റെ എല്ലാ ഹാൻഡും അങ്ങനത്തെ ഉണ്ടാകും. എല്ലാ ചെറിയ മെഷീൻ കൊണ്ട് എല്ലാ വലിയ മെഷീൻ എല്ലാം അങ്ങനത്തെ ഉണ്ടാകും. അപ്പോൾ അത് ഞാൻ ഇതെന്താ അറിയോ, ഇത് വന്ന് നമ്മുടെ ഡ്രോയിങ് കൊടുക്കണം. ഞാനെല്ലാം ഇതിൻ്റെ പ്ലേറ്റൊക്കെ നല്ല ഹെവി ആയിരിക്കും. ഇത് നല്ല റോഡാണിത്. ഇതാണ് മെയിൻ. ഇത് മെഷീനിൽ വന്നിട്ട് ഈ ഹാൻഡാണ് മെയിൻ. എന്താ അറിയോ, നമ്മൾ കട്ട അടിക്കുമ്പോൾ ഇത് ഒരു 5000 പ്രാവശ്യം പോയിട്ട് വരും. ആ പോയിട്ട് വരുമ്പോൾ നമുക്ക് ഇത് പൊട്ടാനും പാടില്ല, സീൽ പോകാൻ പാടില്ല. അപ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ ഡ്രോയിങ് അനുസരിച്ച് എല്ലാം ഉണ്ടാക്കും മെഷീൻ ഉണ്ടാക്കുമ്പോൾ. അതേപോലെ ഈ മറ്റേ പാനൽ പോടാൻ സിലിണ്ടർ എല്ലാം ഞാൻ ഇവിടുത്തെ ഉണ്ടാക്കും, പുറത്തൊന്നും വാങ്ങിക്കാറില്ല. മോട്ടറും വാൾവും ഇതിൻ്റെ സബ്ജക്റ്റ് മാത്രമേ പുറത്ത് വാങ്ങിക്കും. ബാക്കിയെല്ലാം മാക്സിമം എല്ലാം ഇവിടുത്തെ ഉണ്ടാക്കും. സർവീസ് വരുമെന്ന് നിറച്ച് കസ്റ്റമർ ചോദിക്കുന്നുണ്ട്. വരാതിരിക്കില്ല. നമുക്ക് 2 കൊല്ലം 3 കൊല്ലം പോയാൽ സർവീസ് വരും. വന്നാലും നിങ്ങൾ തന്നെ ചെയ്യുക സർവീസ്. അതുപോലെ ഇതിനെ ചെയ്തിട്ട് സപ്പോസ് നിങ്ങളെ കൊണ്ട് ആവില്ല, ആളയക്കാൻ പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പുറം ടെക്നീഷ്യൻ പറഞ്ഞു വിടും. അവൻ എല്ലാം നേരാക്കി കൊടുക്കും നിങ്ങൾക്ക്. ഇപ്പോൾ ഈ മെഷീൻ്റെ ചെറിയ കാര്യങ്ങളൊന്നും നോക്കി ഇതിൻ്റെ ചെറിയ ഡെമോ എൻ്റെ ഫാക്ടറിയുടെ വരും, നമുക്ക് അതുകൂടി നോക്കാം.
ഈ മെഷീൻ്റെ ഡെമോ നോക്കി നമുക്ക് ചെറുതായി കാര്യങ്ങളൊക്കെ നോക്കി ഇപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ സാർ മെഷീൻ മാത്രം മതി, മെഷീൻ മാത്രം ഞാൻ കൊടുക്കും, മെഷീൻ ഇല്ലാതെ സാർ മിക്സറും വേണം, എനിക്ക് മിക്സറും വേണം, സാധാ മിക്സർ വേണം, അങ്ങനെ അത് ഞാൻ കൊടുക്കും. പാൻ മിക്സർ എന്തിനാണ് വാങ്ങിക്കുന്നത് വെച്ചാൽ അവർ ഫ്ലയാസ് പൗഡർ മിക്സ് ആക്കുന്നുണ്ട്. അവർ ഒന്ന് എന്താ വെച്ചാൽ ഫ്ലയാസ് പോകുമ്പോൾ കട്ടിക്കട്ടേ കിട്ടുന്നത് അത് പൊടിക്കാനുള്ള വേണ്ടിയിട്ട് അവർ മറ്റേ പാൻ മിക്സർ വാങ്ങിക്കുന്നുണ്ട്. അത് നല്ലോണം ഉള്ളിൽ 2 റോളറും 2 ഹാൻഡ് ഉണ്ടാകും, നല്ലോണം പൊടിച്ച് നൈസായി കൊടുക്കും. അപ്പോൾ അതിനുവേണ്ടി അവർ ആന്ധ്ര പാർട്ടി വന്നിട്ട് ഈ പാൻ മിക്സർ മെഷീൻ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾ മെഷീനും വാങ്ങിക്കുക, ആ മിക്സറും വാങ്ങിക്കുക, നിങ്ങളുടെ സൗകര്യം. ആൾറെഡി രണ്ടും ഇരിപ്പുണ്ട്, നമുക്ക് വന്നൊരു മിക്സർ വേണ്ട, മെഷീൻ മാത്രം മതി പറഞ്ഞാൽ ഞാൻ മെഷീനും കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളും എല്ലാം നോക്കി ഇതിൻ്റെ വിലയും മറ്റേ കാര്യങ്ങൾ അറിയുകയാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കൊടുക്കുക, എനിക്ക് വിളിച്ചോളൂ. ഇനി വിശദമായി പറഞ്ഞുതരാം. നന്ദി, നമസ്കാരം.